ഇന്ന് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ 171 നമ്പർ വിമാനം ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ തകർന്നു വീണു. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനത്തിന് ഏകദേശം 600 അടി ഉയരത്തിൽ വെച്ച് എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 242 യാത്രക്കാരും ജീവനക്കാരും ദാരുണമായി മരണപ്പെട്ടു. ടേക്ക് ഓഫും പ്രാരംഭഘട്ടത്തിലെ കയറ്റവും ഏതൊരു വിമാനയാത്രയിലെയും ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളാണ്. ഈ ഘട്ടത്തിൽ പൈലറ്റുമാർ വിമാനത്തിന്റെ വേഗതയും എഞ്ചിൻ ശക്തിയും ക്ലൈംബ് ആംഗിളും ശ്രദ്ധാപൂർവം നിയന്ത്രിക്കണം. യന്ത്രത്തകരാറുകൾ, ത്രസ്റ്റ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള ഏതൊരു പെട്ടെന്നുള്ള വ്യതിയാനവും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. കാരണം വിമാനം താഴ്ന്ന നിലയിൽ പറക്കുമ്പോൾ വീണ്ടെടുക്കാൻ വളരെ കുറഞ്ഞ സമയവും ഉയരവുമാണ് ഉണ്ടാകുക. ആധുനിക വ്യോമയാനം യാത്രയ്ക്ക് ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിലൊന്നായി തുടരുമ്പോഴും ഇത്തരം അപകടങ്ങൾ വളരെ വിരളമാണെങ്കിലും ഇന്നത്തെ സംഭവം പറന്നുയർന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഏതാനും മിനിറ്റുകളിലെ അപകടസാധ്യതകളെക്കുറിച്ചുള്ള വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ്. വിമാനത്തിന്റെ സംവിധാനങ്ങൾ അത്യാഹിതങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തവയാണ്. കൂടാതെ ടേക്ക് ഓഫിനിടെ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പൈലറ്റുമാർക്ക് വിപുലമായ പരിശീലനം നൽകിയിട്ടുമുണ്ട്. എന്നിട്ടും ഒന്നിലധികം ഘടകങ്ങൾ ഏറ്റവും മോശമായ രീതിയിൽ ഒത്തുചേരുമ്പോൾ ഈ പ്രതിരോധ മാർഗങ്ങൾ പോലും മതിയാകാതെ വന്നേക്കാം. അപകടകാരണം കണ്ടെത്താനായി അധികൃതർ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ സംവിധാനങ്ങൾ മുതൽ ഫ്ലൈറ്റ് ഡാറ്റയും പൈലറ്റ് ആശയവിനിമയങ്ങളും വരെ എല്ലാ വിവരങ്ങളും വിദഗ്ധർ പരിശോധിച്ചുവരികയാണ്. അന്വേഷണം തുടരുമ്പോൾ ലോകം നഷ്ടപ്പെട്ട ജീവനക്കാർക്കായി ദുഃഖിക്കുകയും വ്യോമയാന സമൂഹം വിമാനയാത്രയുടെ ഓരോ ഘട്ടത്തിലെയും സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും ഓർക്കുകയും ചെയ്യുന്നു.